പ്രവാസ ലോകത്തെ വാർത്തകൾ. UAE-യിൽ ചെറുകിട സംരംഭങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് ഇളവ് നീട്ടി. പ്രവാസികൾ ഉൾപ്പെടെ നിരവധി ചെറുകിട ബിസിനസ് സംരംഭകർക്ക് ഇത് വലിയ ആശ്വാസമാകും. ചെറുകിട ബിസിനസ്സുകൾക്കുള്ള നികുതി ഇളവ് 2029 ഡിസംബർ 31 വരെ തുടരാനാണ് തീരുമാനം. പ്രവാസികൾ ഉൾപ്പെടെ നിരവധി ചെറുകിട ബിസിനസ് സംരംഭകർക്ക് ആശ്വാസമേകുന്നതാണ് പുതിയ നിയമ ഭേദഗതി. 2023 ജൂൺ 1 മുതലാണ് UAE-യിൽ കോർപ്പറേറ്റ് ടാക്സ് നിലവിൽ വന്നത്. അന്നത്തെ നിയമപ്രകാരം 30 ലക്ഷം ദിർഹം വരെ വാർഷിക വരുമാനമുള്ള കമ്പനികൾ കോർപ്പറേറ്റ് ടാക്സ് നൽകേണ്ടതില്ല. 30 ലക്ഷം ദിർഹത്തിന് മുകളിൽ വരുമാനമുള്ള കമ്പനികൾക്കാണ് കോർപ്പറേറ്റ് നികുതി ബാധകമാവുക. ഈ വർഷം അവസാനം വരെയാണ് ചെറുകിട സ്ഥാപനങ്ങൾക്ക് ഈ ഇളവ് നൽകാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമ ഭേദഗതി പ്രകാരം 2029 ഡിസംബർ 31 വരെ ചെറുകിട സ്ഥാപനങ്ങളെ കോർപ്പറേറ്റ് ടാക്സിൽ നിന്ന് ഒഴിവാക്കുകയാണ് ധനകാര്യ മന്ത്രാലയം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തൊഴിൽ രംഗം ശക്തിപ്പെടുത്താൻ ഒമാൻ. സ്വദേശികൾക്കും പ്രവാസികൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രത്യേക പദ്ധതികളാണ് ഒമാൻ ഭരണകൂടം നടപ്പിലാക്കുന്നത്. ഒമാനിലെ തൊഴിൽ വിപണി കൂടുതൽ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ട് പ്രത്യേക പദ്ധതിയുമായി ഒമാൻ ഭരണകൂടം. ഇതിന്റെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം പുതിയ റോഡ് മാപ്പ് പ്രഖ്യാപിച്ചു. സ്വദേശികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒമാന്റെ സമഗ്ര വികസനം മുൻനിർത്തിയുള്ള വിഷൻ 2040ന്റെ ഭാഗമായാണ് ഈ പുതിയ ചുവടുവയ്പ്. തൊഴിൽ വിപണി നേരിടുന്ന വെല്ലുവിളികൾക്ക് ദീർഘകാല പരിഹാരം കാണാൻ സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല, വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയെ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുക, ആവശ്യമായ നൈപുണ്യ വികസനം ഉറപ്പാക്കുക, തൊഴിൽ വിപണിയിലെ ഭരണ സംവിധാനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുക എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. തൊഴിൽ വിപണിയുടെ ആധുനിക ആവശ്യങ്ങൾക്കനുസരിച്ച് രാജ്യത്തെ വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നവീകരിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റൈനിൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് സ്മാർട്ട് ID കാർഡ് നിർബന്ധമാക്കി. രജിസ്ട്രേഷൻ നടപടികൾ കാര്യക്ഷമമാക്കാൻ ഇത് സഹായിക്കും. ബഹ്റൈനിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നവർ സാധുവായ സ്മാർട്ട് ID കാർഡ് ഹാജരാക്കണമെന്ന് അധികൃതർ നിർബന്ധമാക്കി. ഭൗതികമായ സ്മാർട്ട് ID കാർഡോ അല്ലെങ്കിൽ മൈഗേവ് ആപ്പ് വഴിയുള്ള ഡിജിറ്റൽ പതിപ്പോ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. രോഗികളുടെ വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കുക, രജിസ്ട്രേഷൻ കൂടുതൽ കുറ്റമറ്റതാക്കുക, രാജ്യത്തിന്റെ ഡിജിറ്റൽ പുരോഗതിക്ക് പിന്തുണ നൽകുക എന്നിവയാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോയിന്റ്മെന്റുകൾക്കായി എത്തുന്നതിന് മുമ്പ് തങ്ങളുടെ സ്മാർട്ട് ID സാധുവായതാണെന്നും കയ്യിലുണ്ടെന്നും ഉറപ്പാക്കാൻ അധികൃതർ രോഗികളോട് അഭ്യർത്ഥിച്ചു. ഇതുവഴി രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. സാധുവായ തിരിച്ചറിയൽ രേഖ ഹാജരാക്കാൻ കഴിയാത്ത രോഗികൾക്ക് നിയമപ്രകാരം ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്നതുവരെ അത്യാഹിതര ചികിത്സകൾ ലഭിച്ചേക്കില്ല. എന്നാൽ അത്യാഹിത കേസുകൾക്ക് ഈ നിയമം ബാധകമല്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്മാർട്ട് ID വഴിയുള്ള തിരിച്ചറിയൽ സംവിധാനം നടപ്പിലാക്കുന്നത് കൃത്യമായ മെഡിക്കൽ രേഖകൾ സൂക്ഷിക്കാനും ആശുപത്രി നടപടിക്രമങ്ങൾ ലളിതമാക്കാനും മൊത്തത്തിലുള്ള രോഗികളുടെ അനുഭവം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.